അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ള സഹോദരന്മാർ, നിസ്കാരത്തിന്റെ ഫർളുകൾ, നിസ്കാരത്തിലെ ദിക്റുകളുടെ അർത്ഥങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിസ്കാരത്തിന്റെ വിവരണമാണ് ഈ ചാനലിൽ ഉള്ളത്. വളരെ കുറഞ്ഞ സമയമാണ് ഇതിലുള്ള ഓരോ ഭാഗങ്ങളും. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കേൾക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയും, നേരത്തെ കഴിഞ്ഞ ക്ലിപ്പിൽ നാം സംസാരിച്ചു നിസ്കാരത്തിന് 13 ഫർളുകൾ ഉണ്ട് എന്ന്. നിസ്കാരത്തിന്റെ ഫർളുകൾ എണ്ണിയ സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ പല രീതിയിൽ എണ്ണിയിട്ടുണ്ടെന്നത് കഴിഞ്ഞ ക്ലിപ്പിൽ നാം സംസാരിക്കുകയുണ്ടായി. ഫർളുകൾ, റുക്നുകൾ. നിസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഫർളുകൾ എന്നാണ് പറയുന്നത്, റുക്നുകൾ എന്നാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് ഉളൂവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഉളൂവിന്റെ ഫർളുകൾ എന്നാണ് പറയുക. എന്താണ് അതിന്റെ കാരണം? ഫർളും റുക്നും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിന്റെയും അർത്ഥം ഫർള് എന്ന് തന്നെയാണ്, ഘടകം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിർബന്ധ ഘടകം. പിന്നെ റുക്ന് എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ കൂടുതൽ സമയം വിട്ടുപിരിക്കാൻ പറ്റാത്ത ഒന്ന് എന്നാണ്. ഫർള് എന്ന് പറഞ്ഞാൽ എത്രയും വിട്ടുപിരിക്കാൻ പറ്റുന്നതാണ്. ഉദാഹരണം, ഉളൂഇന്റെ ഫർളുകൾ. ഒരാൾ മുഖം കഴുകി, എന്നിട്ട് പിന്നെ ഫർള് കൊള്ള നോക്കുകയാണെങ്കിൽ മുഖം കഴുകിക്കഴിഞ്ഞാൽ പിന്നീട് അയാളെ 2 കൈ കഴുകണം. എന്നാൽ കുറെ സമയം കഴിഞ്ഞതിന് ശേഷം 2 കൈ കഴുകി, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അയാള് തല തടവി, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാല് കഴുകി. എന്നാലും അവിടെ ഉളൂ സഹിയാകും. സുന്നത്തിനെതിരാണ്, സുന്നത്ത് തുടരെ ചെയ്യലാണ്. പക്ഷേ ഉളൂ സഹിയാകും. കാരണം തുടരെ ചെയ്യൽ അവിടെ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. എന്നാൽ നിസ്കാരത്തെ സംബന്ധിച്ചാകുമ്പോൾ ഒരാൾ നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൈകെട്ടി, എന്നിട്ട് അങ്ങാടിയിൽ പോയി 1 കിലോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിന്നെ റുക്കൂ ചെയ്താൽ നിസ്കാരമാവുകയില്ല. അപ്പോ നിസ്കാരത്തിന്റെ ഫർളുകൾ അത് തുടരെ തന്നെ വരണം, അത് നിർബന്ധമാണ്. ക്രമമനുസരിച്ച് മാത്രം പോരാ, അതിന്റെ ഇടയിൽ വിട്ടുപിരിയാതെ അത് വന്നു കഴിഞ്ഞാൽ ഒന്നായി അത് തുടരെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഇടയിൽ മറ്റു പ്രവർത്തനങ്ങൾക്ക് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് റുക്ന് എന്നതിന് പേരിടാൻ കാരണം. ഫർള് എന്ന് പറയുന്നത് ഉളൂവിന്റെ ഫർളുകൾ പറഞ്ഞതുപോലെ അങ്ങനെ വിട്ടുപിരിയാൻ പറ്റും, എന്നാലും സഹിയാകും. അതുപോലെ ഷർത്ത്. ഷർത്ത് എന്ന് പറയുമ്പോൾ ഉളൂവിന്റെ ഷർത്ത്, നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് ഉളൂ ചെയ്യൽ, ഔറത്ത് മറക്കൽ, ഖിബ്ലയ്ക്ക് മുന്നിടൽ. ഇതൊക്കെ നിസ്കാരത്തിന്റെ മുമ്പുണ്ടാവണം, നിസ്കാരം കഴിയുന്നത് വരെ നിലനിൽക്കുകയും വേണം. അങ്ങനത്തെ ഒന്നിനാണ് ഷർത്ത് എന്ന് പറയുക. അപ്പൊ നിസ്കാരത്തിന്റെ ഫർളുകൾ 3 ഇനങ്ങളാണ്. ഖൽബിയായ ഫർള്, ഖൗലിയായ ഫർള്, ഫീലിയായ ഫർള്. ഖൽബിയായ ഫർള് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് കരുതേണ്ട ഫർള് നിസ്കാരത്തിന്റെ കൂട്ടത്തിലുണ്ട്. അത് ചെയ്യേണ്ടത് കൽബാണ്, ഹൃദയം. ഖൗലി എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ചൊല്ലേണ്ടതായ ഫർളുകൾ നിസ്കാരത്തിന്റെ കൂട്ടത്തിലുണ്ട്. അത് ചൊല്ലേണ്ടത് നമ്മുടെ നാവ് കൊണ്ടാണ്. ഫീലിയായ ഫർള് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവയവങ്ങളെ കൊണ്ട് ചെയ്യേണ്ട ഫർളുകളുണ്ട്, അത് നമ്മുടെ അവയവം കൊണ്ട് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 3 വിഭാഗമാണ് നിസ്കാരത്തിന്റെ ഫർളുകൾ.
കൽബിയായ ഫർള് എന്ന് പറഞ്ഞാൽ നിയ്യത്ത്, ഹൃദയം കൊണ്ടാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഹൃദയത്തിലാണ് നിയ്യത്ത് വേണ്ടത്. കരുതൽ എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. പറഞ്ഞതുകൊണ്ട് മാത്രം ആയില്ല, ഹൃദയത്തിൽ കരുതണം. കൗലിയായ ഫർള് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതാണ്. ഉദാഹരണത്തിന് തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ, അത് നാവ് കൊണ്ട് പറയുന്നത്. ഫാത്തിഹ, അത് നാവ് കൊണ്ട് പറയുന്നതാണ്. തശഹുദുൽ അഖീർ, അവസാനത്തെ അത്തഹിയാത്ത്, നാവ് കൊണ്ട് പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം, അത് നാവ് കൊണ്ട് പറയുന്നതാണ്. സലാം വീട്ടാൽ അത് നാവ് കൊണ്ട് പറയുന്നു. ഇൻഷാ അല്ലാഹ് ഈ ഫാത്തിഹയുടെ അർത്ഥം, അത്തഹിയാത്തിന്റെ അർത്ഥങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തിന്റെ അർത്ഥം, ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് അടുത്ത ക്ലിപ്പുകളിലായിട്ട് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള യഥാർത്ഥ, അവൻ സ്വീകരിക്കുന്ന മാർഗത്തിൽ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ചാനലിൽ അംഗങ്ങളായ അനേകം ആളുകളുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു എല്ലാവിധ ഖൈറും നൽകട്ടെ, എല്ലാവിധ ശർറുകളെ തൊട്ടും അവരെ കാത്ത് രക്ഷിക്കട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധപ്പെട്ടവർ, ഗുരുനാഥന്മാർ, അവർക്കൊക്കെയും അല്ലാഹു ഖൈർ നൽകട്ടെ. അവരുടെ ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. ആമീൻ. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഇതിന്റെ മൂന്നാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.